ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ്. നമുക്കിനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കൂന്തി റെഡിയാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് കടലമാവാണ് എടുത്തത്. കടലമാവ് ഇട്ടുകൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയും പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അധികം കട്ടയില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അധികം ലൂസാവാതെയും തിക്കാകാതെയുമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നന്നായിട്ട് തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഗൂന്തിക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഒരു ഓട്ടയുള്ള ഒരു അരിപ്പ എടുക്കണം. ഒരു ഓട്ടയുള്ള അരിപ്പ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു അരിപ്പ എടുക്കണം. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഞാനിവിടെ ഓയിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ അരിപ്പയിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ അരിപ്പയിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. കട്ട കെട്ടിയതൊന്നും പ്രശ്നമാക്കണ്ട. നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ലഡുവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഫുള്ളുമായി കാണണേ. എന്നിട്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാനിതാ എല്ലാം കൂന്തിയും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഏലക്ക പൗഡറും പിന്നെ ഒരു 2-3 ചെറിയ ഗ്രാമ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കണം. ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അധികം പൊടിക്കാതെ ഒരു കണക്കിന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഓവറായിട്ട് അങ്ങനെ പൊടിയാക്കാൻ പാടില്ല. ഇനി ബാക്കിയുള്ളതും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ അങ്ങനെ ഇപ്പോൾ ഇതാ മുഴുവനും പൊടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഇനി ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഷുഗർ സിറപ്പാണ് ഇനി റെഡിയാക്കേണ്ടത്. അതിനായി ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് തന്നെ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ പിസ്തൻ്റെ കളറാണ് ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് പിസ്ത കളറാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഷുഗർ സിറപ്പ് ഒരു നൂൽ പരുവമാകുന്നവരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കണം. പശു നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യണം. അങ്ങനെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ
ഉണ്ടാക്കിയ ഗോന്തി മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പൊടിച്ചു വെച്ച ഗോന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ചൂടുണ്ടാവും. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടയാക്കിയിട്ട് എടുക്കണം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം ഒരു അരമണിക്കൂർ. ഇപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഞാനിത് നേരത്തെ കുറച്ചും കൂടി കളറില്ലാത്തത് കൊണ്ട് ഒരു ഗ്രീൻ കളർ കുറച്ചും കൂടി ആക്കി കൊടുത്തതാണ്. അങ്ങനെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഒരു പണിയുമില്ല. ഇതുപോലെ നന്നായിട്ട് കുഴച്ചിട്ട് ലഡുവിൻ്റെ ഷേപ്പിൽ ഉണ്ടയാക്കി എടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നില്ല. കറുത്ത മുന്തിരി ഞാൻ സ്റ്റൈലിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കണം ലഡുവിൻ്റെ ഷേപ്പിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞാൻ കറുത്ത മുന്തിരി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇതുപോലെ എല്ലാം ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇനി കുട്ടികൾക്ക് ലഡു വേണമെങ്കിൽ കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുക്കൊന്നും വേണ്ട. വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ലഡു തന്നെയാണ്. കടയിൽ കിട്ടുന്നതിനേക്കാളും നല്ല സൂപ്പർ ലഡുവാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൽ കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ടാകും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ ഓൾ എന്നതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഇനിയും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ലഡുവൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.